ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തെരഞ്ഞെടുപ്പ് ചൂടിൽ നിലമ്പൂർ. UDF പ്രവേശനം വൈകുന്നതിൽ കടുത്ത അമർഷവും അതൃപ്തിയും പരസ്യമാക്കി PV അൻവർ മാധ്യമങ്ങളെ കണ്ടു. വസ്ത്രാക്ഷേപം നടത്തി തന്നെ തെരുവിലേക്ക് ദയാവധത്തിന് വിട്ടുകൊടുത്തെന്ന് VD സതീശനെ ഉന്നം വെച്ച് അൻവറിന്റെ രൂക്ഷ വിമർശനം. കാലുപിടിക്കുമ്പോൾ UDF മുഖത്ത് ചവിട്ടുകയാണെന്നും അൻവർ പറഞ്ഞു. KC വേണുഗോപാലിൽ മാത്രമാണ് ഇനി പ്രതീക്ഷയെന്നും നീതി ലഭിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുമെന്നും അൻവർ വ്യക്തമാക്കി. പ്രചാരണത്തിന് മമതാ ബാനർജിയെ കൊണ്ടുവരുമെന്നും അൻവറിന്റെ മുന്നറിയിപ്പ്. ഒരേ സമയം അപേക്ഷയുടെയും കാർക്കശ്യത്തിന്റെയും ഭാഷ, അതായിരുന്നു ഇന്നത്തെ PV അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. UDFന്റെ ഭാഗമാകാൻ സഹകരിക്കുന്നതിന്റെ പരമാവധി ചെയ്തുവെന്ന് എണ്ണിപ്പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ UDFുമായി സഹകരിക്കണമോ എന്ന് അൻവർ തീരുമാനിക്കട്ടെ എന്ന വാക്കുകൾക്ക് മയമില്ലാത്ത മറുപടിയും. മെയ് 15-ന് VD സതീശനുമായി എറണാകുളത്ത് കൂടിക്കാഴ്ച നടത്തി പിരിഞ്ഞതാണ്. 2 ദിവസത്തിനകം മുന്നണി പ്രവേശനം ഉറപ്പു തന്നു. പിന്നീട് ഒരു വിവരവുമില്ല. കാലു പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ് അൻവർ പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ? കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ ഈ കാല് പിടിക്കാനില്ല. ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് ഒരു അധികാരവും വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു തെറ്റിദ്ധാരണ. കത്രിക പൂട്ടാണ് ഇവർ ലക്ഷ്യമിടുന്നത്. വസ്ത്രാഭിഷേകം നടത്തി ചെളിവാരി എറിയുകയാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ചെയ്തത്. എന്താ പറയുക, ചില ആളുകളുടെ ധാരണ കത്രിക പൂട്ട് എന്ന് പറയും. നമ്മൾ പണ്ടത്തെ ആളുകൾ ഇങ്ങനെ കുടിക്കിയാൽ, ഇവിടെ പിണറായി ആണല്ലോ, അപ്പോൾ ഇവിടുന്ന് ഒരു കത്രിക, ഇതാണ് കത്രിക പൂട്ട്. ഈ കത്രിക പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ, സഹായിക്കും പറയണോ? അങ്ങനെ വിചാരിക്കേണ്ടവർ ഉയർന്ന പീഠത്തിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ആ പീഠത്തിന് ചവിട്ട് കൊടുത്ത് ഇറങ്ങിപ്പോന്നതാണ് ഞാൻ. മുന്നണി പ്രവേശനത്തിന് എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് പറയുമ്പോഴും പ്രതിപക്ഷ നേതാവിനെ ഉന്നമിട്ടായിരുന്നു അമ്പുകൾ മുഴുവൻ. തന്റെ UDF പ്രവേശനം വൈകിപ്പിക്കുന്നത് VD സതീശനെന്ന് പറയാതെ പറയുകയായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ. ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞു തുടങ്ങിയ കടുപ്പിച്ച വാക്കുകൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൽ എത്തി നിൽക്കുന്നു. വിപിൻ C വിജയൻ, 24 നിലമ്പൂർ. നിലമ്പൂരിൽ എന്ത് നിലപാടെടുക്കണമെന്നതിൽ തൃശങ്കുവിലായിരിക്കുകയാണ് PV അൻവർ. മുന്നണി പ്രവേശനത്തിൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കം പാളി. UDFനുള്ള പിന്തുണയുടെ കാര്യത്തിൽ 48 മണിക്കൂറിൽ നിലപാട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ PV അൻവർ വീണ്ടും 2 ദിവസത്തെ കാത്തിരിപ്പിലാണ്. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി ചേരുന്നു നിലമ്പൂരിൽ നിന്നും. ശ്രീജിത്ത്, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിനോട്, കോൺഗ്രസിലെ നേതാക്കളോട്, UDF നേതാക്കളോടൊക്കെ അതൃപ്തിയും അമർഷവും ഉണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരുതരം നിസ്സഹായത PV അൻവറിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഒപ്പം ഉള്ളവരെ പറ്റിയുള്ള ആശങ്ക, LDFിൽ നിന്നിറങ്ങി UDFിൽ കയറാൻ പറ്റുന്നില്ല, നിലമ്പൂരിൽ എന്തെങ്കിലും ഒരു റോള് ഉണ്ടാകുമെന്ന് കരുതിയത് ആ സാഹചര്യം ഇപ്പോൾ നഷ്ടമാകുന്നു. അത്തരമൊരു നിസ്സഹായത അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പലയിടത്തും നമ്മൾ കണ്ടു. എന്തായിരിക്കും അൻവറിൻ്റെ നീക്കം? ഒരു മുഖം രക്ഷിക്കാനുള്ള അവസരം പോലും UDFോ കോൺഗ്രസോ കൊടുക്കില്ല എന്നാണോ കരുതേണ്ടത്? വിജയകുമാർ, അൻവർ സ്വയം ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ ഒരു ഇരയാണ് ഇപ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. കാരണം PV അൻവർ നടത്തിയ പ്രതികരണങ്ങളിലെ സൂക്ഷ്മതയില്ലായ്മയും പക്വതയില്ലായ്മയുമാണ് ഇത്തരമൊരു അവസ്ഥ അതിലേക്ക് അദ്ദേഹത്തെ തള്ളിവിട്ടത് എന്ന കാര്യം നിസ്സംശയം പറയാം. കാരണം UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച നിമിഷം അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ രൂക്ഷമായിരുന്നു. അത് മുന്നണിയുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കക്ഷിയുടെ നേതാവിൽ നിന്ന് ഒരു ഘട്ടത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. അത്തരമൊരു പ്രതികരണത്തിന്റെ ദൂഷ്യഫലങ്ങളാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. എന്നാൽ PV അൻവറിന് തരിച്ച് മത്സരിച്ച് നിലമ്പൂരിൽ ശക്തി തെളിയിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ പോലും അത് ഒരു വിജയത്തിലേക്ക് എത്തിക്കുക പ്രയാസമാണ്. കാരണം 2 മുന്നണികൾക്കിടയിൽ കിടന്ന് അദ്ദേഹം ഞെരുങ്ങുമെന്ന കാര്യം ഉറപ്പ്. അപ്പോൾ പിണറായി സത്തെ പരാജയപ്പെടുത്തുക എന്ന് തന്റെ പ്രഖ്യാപിത ലക്ഷ്യം നടക്കാതെ പോകും. ഇപ്പോൾ UDFിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റാനുള്ള അദ്ദേഹത്തിന്റെ അവസാനത്തെ ശ്രമം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങൾ കാണുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ ആത്മാഭിമാനത്തിലേറ്റ മുറിവ്, അത്തരം ആ പരാമർശങ്ങൾ തിരിച്ചു പറയാതെ PV അൻവറുമായി നേരിട്ട് സംസാരിക്കാനില്ല എന്ന ഉറച്ച നിലപാടിലാണ് KPC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും. യെസ്, ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇനി എന്തായിരിക്കും അൻവറിന്റെ നീക്കം? ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് മത്സരിച്ച് അവിടെ കരുത്ത് തെളിയിക്കാനൊക്കെ ഉള്ള ഒരു നടപടിയിലേക്ക്, എന്നൊരു രാഷ്ട്രീയ നീക്കത്തിലേക്കൊക്കെ അൻവർ പോകുമോ എന്നറിയില്ല. ഇപ്പോൾ മമതാ ബാനർജിയെ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അവിടെ പ്രചാരണത്തിൽ കൊണ്ടുവരും, 5 MP മാരെ കൊണ്ടുവരും,
മന്ത്രിമാരെ കൊണ്ടുവരുമെന്നൊക്കെ PV അൻവർ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും അതൊക്കെ ഒരുതരം വിലപേശൽ തന്നെയായി UDF നേതൃത്വം കാണുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അൻവർ കാത്തിരിക്കുകയാണ്. UDF നിന്നെങ്കിലും അനുകൂലമായ സൂചനകളെങ്കിലും വരുന്നുണ്ടോ എന്നറിയാൻ. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. PV അൻവറിന്റെ പ്രസ്താവനകളോട് മുസ്ലിം ലീഗിനും അതൃപ്തി. UDF നിലപാട് സ്വീകരിച്ചിട്ടും അൻവർ അനാവശ്യ പരാമർശങ്ങൾ നടത്തുന്നു എന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം പറഞ്ഞത്. പരാമർശങ്ങളിലെ അതൃപ്തി ഇന്നലെ തന്നെ ലീഗ് അൻവറിനെ അറിയിച്ചിരുന്നു. ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ അൻവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് UDF-ലെ ഘടകകക്ഷികൾക്കുള്ള അഭിപ്രായങ്ങൾ അൻവറിനോട് ഇന്നലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം വിഷയങ്ങൾ ശുഭകരമായി പര്യവസാനിക്കുമെന്നാണ് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഒരു കൂട്ടായ ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇന്നലെയും ഇന്നും ഒക്കെ ഇലക്ഷനല്ലേ, അപ്പോൾ ഇലക്ഷനാവുമ്പോൾ എല്ലാവരും പരസ്പരം തിരഞ്ഞെടുപ്പ് വിജയം എങ്ങനെ ഉറപ്പുവരുത്താം എന്നുള്ളത് സംബന്ധിച്ച് ചർച്ചകളും ആശയവിനിമയങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങളതിൻ്റെ ഒരു പര്യവസാനം എന്താണ് എന്ന് നോക്കിയാൽ മതി. അല്ലാതെ ഇടയിൽ വെച്ച് അല്ല അത് പ്രവചനങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. പ്രായോഗികമായി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അൻവറുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നേതാക്കളുടെ ഇടപെടലുകളിൽ മുസ്ലിം ലീഗിനുള്ളിലും അതൃപ്തിയുണ്ട്. PV അൻവറിന് വേണ്ടി ലീഗ് സംസാരിക്കേണ്ടതുണ്ടോ എന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. അൻവറിന് വേണ്ടിയുള്ള നേതൃത്വത്തിന്റെ ഇടപെടലുകളിൽ പ്രാദേശിക മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിലും അതൃപ്തിയുണ്ട്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഈ വിഷയത്തിൽ ഞാനൊരു ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ട ആളല്ല, ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട്, നമുക്ക് സഹകരിച്ച് പോകണം എന്നെ കണ്ട് സംസാരിക്കുകയും നിരന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ബന്ധപ്പെടുകയും ഈ UDF പ്രവേശനത്തിന് മുൻകൈ എടുക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബുമാണ് ഒരു ഭാഗത്ത്. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം ഉൾപ്പെട്ട UDF യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുന്നത്. കാര്യങ്ങൾ മുസ്ലിം ലീഗിന്റെ ചുമലിൽ വെച്ച് PV അൻവർ നടത്തിയ ഈ പരാമർശമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ പുകയുന്നത്. അൻവർ കോൺഗ്രസ് പ്രശ്നത്തിൽ മുസ്ലിം ലീഗിന്റെ റോൾ എന്തെന്ന ചോദ്യം ഒരു വിഭാഗം പ്രവർത്തകരിൽ നിന്ന് ഉയരുന്നുണ്ട്. അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കുന്നതിൽ ലീഗിന് എതിർപ്പില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറം ലീഗ് മധ്യസ്ഥ റോൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് വികാരം. മുൻകാലങ്ങളിൽ PV അൻവർ നടത്തിയ പ്രതികരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രവർത്തകർ ഇത് പറയുന്നത്. അൻവറിനു വേണ്ടി ലീഗ് സംസാരിക്കുന്നതിൽ നിലമ്പൂരിലെ പ്രാദേശിക ലീഗ് പ്രവർത്തകർക്കിടയിലും എതിരഭിപ്രായമാണ്. അൻവറിനെ UDF-ന്റെ ഭാഗമാക്കിയാൽ നൽകുന്ന സീറ്റ് സംബന്ധിച്ചും ലീഗിൽ ആശയക്കുഴപ്പമുണ്ട്. മലപ്പുറം ജില്ലയിലെ UDF-ന്റെ ഏതെങ്കിലും ഒരു സീറ്റ് അൻവറിന് നൽകുന്നതോടെ ഭാവിയിൽ ലീഗിന് അർഹമായ സീറ്റ് നഷ്ടമാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. കോൺഗ്രസിനെതിരെ PV അൻവർ ഇന്ന് നടത്തിയ പ്രതികരണങ്ങൾ അൻവറിന് വേണ്ടി സംസാരിക്കുന്ന മുസ്ലിം ലീഗിനെ കൂടി വെട്ടിലാക്കുന്നതാണ്. അൻവറിനോടുള്ള മൃദു സമീപനം കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഇനി തുടരുമോ എന്ന് കണ്ടറിയണം. ക്യാമറ പേഴ്സൺ വിഷ്ണു കച്ചേരിക്കൊപ്പം റാഫി കരീം, 24 നിലമ്പൂർ. അതേസമയം PV അൻവറിനോട് വിട്ടുവീഴ്ചയില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസ്. ഇന്നലെ പറഞ്ഞ സമീപനത്തിൽ മാറ്റമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ എതിർക്കുന്നയാളെ എങ്ങനെ മുന്നണിയിലെടുക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ചോദിച്ചു. കോൺഗ്രസിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത പ്രതികരണങ്ങൾ തിരുത്താതെ അൻവറുമായി സംസാരം പോലും വേണ്ട എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. തിരഞ്ഞെടുപ്പ് കാലത്ത് കിട്ടാവുന്ന എല്ലാ വോട്ടുകളും സമാഹരിക്കണമെന്നാണെങ്കിലും PV അൻവറിനോട് വിട്ടുവീഴ്ച ചെയ്താൽ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. PC ജോർജിനെ മുന്നണിയുമായി സഹകരിപ്പിച്ച പഴയ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് കോൺഗ്രസ് ഈ സമീപനത്തിലേക്ക് എത്തിയത്. UDF-നോട് സഹകരിക്കണമോ അതോ ഒറ്റയ്ക്ക് മത്സരിക്കണമോ എന്നതിൽ PV അൻവർ തീരുമാനമെടുക്കട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്. ഈ സമീപനത്തിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമില്ലെന്ന് കോൺഗ്രസ് ഇപ്പോഴും കരുതുന്നു. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, 2 വാചകം പറഞ്ഞിട്ടുണ്ട്. അത് അവസാന വാക്കാണ്. അത് എന്റെ വാക്കല്ല, അത് കേരളത്തിലെ കോൺഗ്രസിന്റെയും UDF-ന്റെയും തീരുമാനമാണ്. 2 വാചകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. പിന്നെ നമുക്കിപ്പോൾ ഓരോരുത്തർ പറയുന്നതിനും ഞാൻ പത്രസമ്മേളനം നടത്തി മറുപടി പറയുന്നതിനും ഒരു അനൗചിത്യമുണ്ട്. അവസാന വാചകം പറഞ്ഞു, ഏറ്റവും ലളിതമായ കാര്യത്തിലാണ് പറഞ്ഞത്, ഒരു അഹങ്കാരത്തിലല്ല പറഞ്ഞത്. നമുക്കല്ല, അത് വേണ്ട, അത് ആ പറഞ്ഞത് തന്നെ. PV അൻവറിന്റെ ഇന്നത്തെ പ്രതികരണത്തിന് ശേഷവും കോൺഗ്രസ് നേതാക്കൾ പരസ്പരം ആശയവിനിമയം നടത്തി. പ്രതിപക്ഷ നേതാവിന്റെ മുൻകൈയിലായിരുന്നു ഇത്. എല്ലാവർക്കും ഒരേ നിലപാടാണ്.
മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി. മുൻ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തി. ഒറ്റ പേരിൽ ഞങ്ങളെത്തി. അത് AICC പരിഗണിച്ച് പരിശോധിച്ച് അത് പ്രഖ്യാപിച്ചാൽ പിന്നെ UDFിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും പാർട്ടിയും അതിനോട് പരസ്യമായിട്ട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? ആ ചോദ്യത്തിന് അൻവർ കൃത്യമായും വ്യക്തമായും ഉത്തരം പറയണം. പിന്നെ കോൺഗ്രസ് നേതൃത്വം ഈ കാര്യത്തിൽ ആലോചിച്ച് തന്നെയാണ്, UDF നേതൃത്വം ആലോചിച്ച് തന്നെയാണ്. വളരെ പക്വമായ നിലപാട് തന്നെയാണ്, ഉചിതമായ നിലപാട് തന്നെയാണ്, യുക്തമായ നിലപാട് തന്നെയാണ്. പാർട്ടിയുടെ പൊതുനിലപാട് ഇതാണെങ്കിലും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ PV അൻവറുമായി ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ആത്മാഭിമാനം വ്രണപ്പെടുത്തിയ പ്രതികരണം തിരുത്തി മുന്നോട്ട് വന്നാൽ അൻവറുമായി നേതൃത്വം തന്നെ നേരിട്ട് സംസാരിച്ചേക്കും. ടീം 24 നിലമ്പൂർ. നിലമ്പൂർ സീറ്റ് LDF നിലനിർത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പിൽ PV അൻവർ വിഷയം ഉന്നയിക്കില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. PV അൻവർ കോൺഗ്രസിന് മാത്രമല്ല അയാൾക്ക് തന്നെ ഒരു പ്രശ്നമായി മാറി എന്നായിരുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബി 24നോട് പ്രതികരിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുള്ള LDF സ്ഥാനാർത്ഥിയെ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കാനാണ് തീരുമാനം. 9 വർഷമായി ഇടതുമുന്നണിക്കൊപ്പമുള്ള നിലമ്പൂർ മണ്ഡലം നിലനിർത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുമെന്നാണ് CPM നേതൃത്വം നൽകുന്ന സൂചന. ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തിന് യാതൊരു പ്രശ്നവുമില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2ാം ടേം പൂർത്തിയാക്കി 3ാം ടേമിലേക്ക് ഗവൺമെൻറ് വീണ്ടും തിരിച്ചു വരും എന്ന് തന്നെയാണ് കേരളം ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത്. PV അൻവറിന്റെ നിലപാട് UDFിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും അൻവർ വിഷയം പ്രചരണത്തിൽ ഉപയോഗിക്കേണ്ടതില്ലെന്നാണ് CPIMന്റെ തീരുമാനം. PV അൻവറിന്റെ പ്രതികരണങ്ങളെ പാർട്ടി നേതൃത്വം പരിഹസിച്ചു തള്ളുകയാണ്. മാന്യ സുഹൃത്ത് ശ്രീ അൻവർ, അപ്പോൾ എങ്ങനെയാണ് ശ്രീ അൻവറും UDFും സഹകരിക്കുക എന്നുള്ളത് അറിഞ്ഞുകൂടാ. അദ്ദേഹം ബന്ധപ്പെടുന്ന പാർട്ടികൾക്കെല്ലാം ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ശ്രീ അൻവർ അദ്ദേഹത്തിന് തന്നെ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് എന്നിവരെയാണ് CPM സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പുതിയ പേരുകൾ കടന്നുവരാനും സാധ്യതയുണ്ട്. ടീം നിലമ്പൂർ 24. നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തേടി BJP നേതൃത്വം. മലപ്പുറം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫുമായി BJP നേതാവ് MT രമേശ് കൂടിക്കാഴ്ച നടത്തി. അഭ്യൂഹങ്ങൾക്കിടെ ബീന ജോസഫിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനുനയിപ്പിച്ചു. നിലമ്പൂരിൽ മത്സരിക്കണമോ എന്നതിൽ BJP തീരുമാനമെടുത്തിട്ടില്ല. മണ്ഡലത്തിൽ BDJS മത്സരിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇതിനിടയിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള BJPയിലെ ആലോചന. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫുമായി MT രമേശ് കൂടിക്കാഴ്ച നടത്തിയത് ഇതിന്റെ ഭാഗമാണ്. ഞാൻ വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രൊഫഷണലായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടും ആണ് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഒരു സംസാരമാണ് വന്നത്. നമ്മൾ പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് പൊതുവായിട്ട് രാഷ്ട്രീയത്തിലുള്ള വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളോട് രാഷ്ട്രീയം സംസാരിക്കുമല്ലോ. ചർച്ച നടത്തിയെന്ന് 24നോട് MT രമേശും സ്ഥിരീകരിച്ചു. സംസാരിക്കുന്ന കൂട്ടത്തിൽ അവർ രാഷ്ട്രീയ പ്രവർത്തകയായതുകൊണ്ട് രാഷ്ട്രീയം ചർച്ച ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് ഒരു ഇന്നത്തെ നിലക്കൊരു എന്തെങ്കിലും രാഷ്ട്രീയ റിലവൻസ് ഉള്ള ഒരു കൂടിക്കാഴ്ചയായിട്ട് ഞാനതിനെ കാണുന്നില്ല. അതൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു സന്ദർശനം മാത്രമായിരുന്നു. UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തിയുള്ള ബീന ജോസഫിനെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിൽ കണ്ട് അനുനയിപ്പിച്ചു. പ്രവർത്തനത്തിൽ സജീവമാകുമെന്ന് ബീന ജോസഫിന്റെ പ്രതികരണം. നമുക്ക് ജയിക്കണമല്ലോ, അതാണല്ലോ പ്രധാനം. അതും ബഹുഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുക എന്നാണ്. അതിനു വേണ്ടിയിട്ട് ഇറങ്ങുക. തീർച്ചയായും നമ്മൾ പ്രവർത്തിക്കാൻ കൂടെ ഒന്നിച്ചിറങ്ങി പ്രവർത്തിക്കാൻ പറഞ്ഞു. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ നേതൃത്വത്തോട് മുമ്പ് ബീന ജോസഫ് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. 24 നിലമ്പൂർ. ഇനി ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയിൽ വ്യാപക നാശനഷ്ടം. കോഴിക്കോട് സ്കൂളിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. കോട്ടയത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇടുക്കിയിലും കോഴിക്കോടും മരം വീണ് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ കൂടി തുറന്നു. കോഴിക്കോട് ശക്തമായ മഴയിൽ സ്കൂളിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ മഴയിൽ മീൻചന്ത NSS UP സ്കൂളിന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ശക്തമായ കാറ്റിലും മഴയിലും ഇടുക്കിയിൽ മരം വീണ് പൂപ്പാറ സ്വദേശി ഗോമതിയുടെ വീട് തകർന്നു. പാലക്കാട് മനുശ്ശേരിയിൽ വീടിന് ചുമർ ഇടിഞ്ഞു വീണ് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. പനഞ്ചിക്കൽ സജീഷ് പ്രകാശിന്റെ ഓട്ടോറിക്ഷയാണ് തകർന്നത്. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ കോട്ടയത്തെ താഴ്ന്ന പ്രദേശങ്ങളായ ഇല്ലിക്കലിലും തിരുവാർപ്പിലും വെള്ളം കയറി.
അട്ടപ്പാടിയിൽ ശക്തമായ മഴയിൽ മരം റോഡിലേക്ക് വീണ പലയിടങ്ങളിലും ഗതാഗത തടസ്സമുണ്ടായി. ഭൂതത്താൻകെട്ട് ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടി തുറന്നതോടെ പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. മനസ്സിൽ കേരളീയരുടെ ആകെ ഹൃദയത്തിൽ എന്നെ സ്ഥിരതാമസക്കാരനാക്കിയ ചലച്ചിത്ര വ്യക്തിത്വമാണ് കമൽഹാസൻ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യുക എന്നത് കേവലമായ ഒരു ഔപചാരികത മാത്രമാണ്. കലാകാരന് കനക്കപ്പുറം വ്യക്തിയാണ് കമൽഹാസൻ. സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഏറെ സമകാലിക പോരാട്ടങ്ങളിലും നേതൃത്വപരമായ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ജനങ്ങളെക്കുറിച്ച് കരുതലുള്ള ഇടതുപക്ഷ മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കേരളത്തോടും നമ്മുടെ സർക്കാരിനോടും ഉള്ള പ്രത്യേകമായ സ്നേഹവായ്പ് എല്ലാവർക്കും. ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയാണ്. നിലമ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ട്. എനിക്ക് പ്രത്യേകിച്ചും വ്യക്തിപരമായി വളരെയേറെ ബന്ധമുള്ള ഒരാളാണ് അൻവർ. അദ്ദേഹം കോൺഗ്രസിൽ ഉണ്ടാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളും ഒക്കെ ഇടപെട്ട് അദ്ദേഹവുമായി സംസാരിച്ച് ഒരുമിച്ച് പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുമ്പിൽ വന്നപ്പോൾ അതിൻ്റെ അകത്തൊരു അഭിപ്രായ ഭിന്നത വന്നിട്ടുണ്ട്. ആ അഭിപ്രായ ഭിന്നത പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് UDF. ആ ശ്രമം ഭംഗിയായി തീരുമെന്നാണ് എൻ്റെ പൂർണ്ണമായ പ്രതീക്ഷ. എന്തായാലും നിലമ്പൂർ നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റാനുള്ള ഉത്തരവാദിത്വം എല്ലാവരും ഏറ്റെടുത്ത് മുൻപോട്ട് പോകാൻ തയ്യാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ചർച്ചയിൽ പരിഹരിക്കേണ്ടുന്ന വിഷയമാണത്. അത് പത്രസമ്മേളനം നടത്തേണ്ട വിഷയമല്ല. അത് നമ്മളൊന്ന് ഇരുന്ന് സംസാരിച്ച് ആ വിഷയത്തിനൊരു പരിഹാരം കണ്ടെത്തി ആ പരിഹാരം ഉൾക്കൊണ്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തി ആ വിവരം പൊതുജനങ്ങളെ അറിയിക്കുക എന്നതാണ് അതിന്റെ ഒരു ശാസ്ത്രീയമായ വശം. അതിപ്പോ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാൻ സ്വാഭാവിക. സ്ഥാനാർത്ഥിക്കെതിരെ പറയുന്നത് അദ്ദേഹം നമ്മളെ പാർട്ടിക്കാരനല്ലല്ലോ, മറ്റൊരു പാർട്ടിയിലാണല്ലോ. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാകും. കുറച്ച് കോൺഗ്രസിലെ നേതാക്കന്മാര് അൻവറുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ഞങ്ങളൊക്കെ നടത്തുന്നു. ചില ആൾക്കാർ അൻവറിനെ തീരെ വേണ്ട, അല്ലെങ്കിൽ അൻവറിനുമായിട്ടൊരു കടുംപിടുത്തത്തിലേക്ക് പോകും. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിലുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിൽ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ മരവിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഞങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളോടൊപ്പം വരണമെന്ന് പറയുന്ന ആളുകളാണ്. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ നേരെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് അല്ലല്ലേ 2 ദിവസം മുമ്പല്ലേ 2 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചിട്ട് UDF-ഓടൊപ്പം വരണം, കോൺഗ്രസോടൊപ്പം വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരാമെന്നും എൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ബാക്കിയുള്ള തീരുമാനങ്ങളിൽ കോൺഗ്രസ് സഹകരിക്കുമെങ്കിൽ ഞാൻ അടക്കം നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ പൊതുരംഗത്ത് ഞങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്യുമെന്നുള്ള ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ട്. അത്രയും മാത്രമേ എനിക്ക് ഇപ്പം നിലവിലുള്ള എൻ്റെ ഒരു പറയാൻ പറ്റുള്ളൂ. ഇതിലെ PV അൻവറിന്റെ ഒറ്റ ആവശ്യം UDF ഘടകകക്ഷിയാക്കണം, തൃണമൂലിനെ ഘടകകക്ഷിയാക്കണമെന്ന ആവശ്യമാണ്. പക്ഷെ അതിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇതുവരെ അതിലൊരു അനുഭാവപൂർവമായ നിലപാട് സ്വീകരിച്ചില്ല. ഒടുവിൽ അല്ല, ആ പ്രശ്നം നമ്മൾ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ല. അത് പാർട്ടിയുടെ നേതൃത്വം മൊത്തമായി എടുക്കേണ്ട തീരുമാനമാണ്. അത് പാർട്ടിയുടെ മൊത്തം നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തി അതിന്റെ പുറത്ത് തീരുമാനമെടുക്കും. വാട്ട് എവർ ഇറ്റ് മേ ബി. പ്രതിപക്ഷ നേതാവിനെ മാത്രം കുറ്റം പറയുന്ന ഒരു രീതിയാണ് ഇപ്പൊ രാവിലെയൊക്കെ കണ്ടത്. അങ്ങനെ അദ്ദേഹം മാത്രം തീരുമാനം എടുത്തു, VD സതീശൻ മാത്രമാണ്
തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ സ്ഥാനാർത്ഥിത്വം അടക്കം എന്നുള്ള രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകളാണ് വന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായമാവാം. അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടും അത് പറയുന്ന മേലത് ആവർത്തിക്കരുതെന്ന്. മാത്രമാണ് ഇനി പ്രതീക്ഷയുള്ളതെന്നാണ് പറയുന്നത്. ആര്? അൻവർ. കേസ് സാറിന് മുതൽ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു അൻവർ. അതെ, നമ്മൾ കാലിയായല്ലോ. അത് മുന്നണി പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് അൻവർ പറയുന്നതാണ്. സാരമില്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം. വി.ഡി. സതീശൻ എന്തെങ്കിലും എതിർപ്പുണ്ടോ അൻവർ വരുന്നതിനോട്? അത് സതീശനോടായിട്ടുണ്ട്, എന്നോടല്ല. അല്ല, അങ്ങനെയല്ല. ആ നമ്മൾ അങ്ങനെ ഒരു പൊതുവായി നമ്മൾ ഉയർന്ന ലീഡർഷിപ്പ് ഒരുമിച്ചിരുന്നൊരു ചർച്ച ഇതിന് പുറത്ത് നടത്തിയിട്ടില്ല. അത് സത്യം. പുതിയ പ്രസിഡന്റ് വന്നു. പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ ഒരു ചർച്ച അനിവാര്യമാണ്. അത് പെട്ടെന്ന് അവകാശം സണ്ണി ജോസഫിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇരുന്നൊന്ന് സംസാരിക്കട്ടെ. ഒരു വട്ടം പോലും സംസാരിച്ചില്ല. പിന്നെ വ്യക്തിപരമായ താല്പര്യങ്ങളും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും ഒരു പാർട്ടിക്കകത്ത് പല നേതാക്കന്മാർക്കും പലതരത്തിലുണ്ടാവാം. അത് അദ്ദേഹം പറയുന്നതൊന്നും പാർട്ടിയുടെയോ മുന്നണിയുടെയോ അഭിപ്രായമല്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ആ അഭിപ്രായം മാത്രമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ബലാബലം പരിശോധിക്കുന്ന മാനദണ്ഡമെന്ന് ചിന്തിക്കുന്നത് തെറ്റ്. നമുക്ക് യു ഡി എഫിന്റെ നേതാക്കന്മാർ ഇരുന്ന് ചർച്ച നടത്തിയ ഒരു തീരുമാനമെടുക്കുന്നതാണ് ആ ഫൈനൽ തീരുമാനം. ആ തീരുമാനത്തിന് വേണ്ടി 2 ദിവസം കാത്തിരിക്കുക. സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ 1-2 ആളോട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് താല്പര്യമുണ്ട്. അവർക്ക് താല്പര്യം മുസ്ലിം ലീഗിനുണ്ട്. ഇതിൽ ഒരു ഭിന്നാഭിപ്രായം യുഡിഎഫിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അൻവറിനെ ഘടകകക്ഷിയാക്കുന്നതിൽ? നിങ്ങൾ പറഞ്ഞ കാര്യമാണ്. അത് എവിടെയാ തെറ്റിയത് എന്ന് ചോദിച്ചാൽ സ്ഥാനാർത്ഥിക്കെതിരായി വളരെ രൂക്ഷമായി അൻവർ സംസാരിച്ചപ്പോൾ എന്ത് പറഞ്ഞാലും ആ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ വരാൻ പോകുന്ന ഒരു മുന്നണിയിലേക്ക് വരാൻ പോകുന്ന ഒരു നേതാവ് അങ്ങനെ പരസ്യമായി പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രതികരണമാണ്. ആ പ്രതികരണം അതിൻ്റെ അകത്ത് അത് അങ്ങോട്ട് തുടരുന്ന പ്രശ്നമില്ല. അത് അൻവറോടൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ അവർ പറയുന്നതിന് ഒരു സാധാരണഗതിയിൽ നമ്മളൊരു നാട്ടുമര്യാദ എന്ന് പറയില്ലേ, അതിനകത്ത് വികാരം ഉണ്ടാവും സ്വാഭാവികമായും. ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഞങ്ങൾ തയ്യാറാണ്. ഷൗക്കത്തിനെ അംഗീകരിക്കാൻ അൻവർ തയ്യാറായിട്ടുണ്ടോ? അല്ല, അൻവർ തയ്യാറാവണമല്ലോ. നമ്മൾ സംസാരിച്ച് അൻവർ കൂടെ നിൽക്കുമെങ്കിൽ മാത്രമല്ലേ അൻവറിന് കോൺഗ്രസിനോടൊപ്പം UDF-ഓടൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. അല്ല, നിൽക്കാൻ പറ്റില്ലല്ലോ. അത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. തീരുമാനം മാറ്റണമല്ലോ. അദ്ദേഹം മുന്നണിന്റെ അകത്ത് ഇരുന്നിട്ടിപ്പോ ഷൗക്കത്തിനെതിരെ പ്രവർത്തിക്കുകയും മുന്നണിക്കകത്തിരിക്കാനും അങ്ങനെ സാധിക്കൂലല്ലോ. പി വി അൻവറിന്റെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വിജയപരാജയങ്ങളിൽ നിർണായകമാകും എന്ന് കരുതുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പുറകിൽ ആളുകളുണ്ട്, അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ട്. ആ പിന്തുണ ഒരു നിർണായക ശക്തിയാണ് എന്നാണ് എന്റെ വിശ്വാസം. ഒരുപക്ഷെ പി വി അൻവർ സ്വതന്ത്രമായി എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അത് UDF-ന് തിരിച്ചടിയാവില്ലേ? സ്വാഭാവികമായും അത് ചെറുതാണെങ്കിൽ ചെറിയ വോട്ട് അതിന് തിരിച്ചടി ഉണ്ടാവും, വലിയ വോട്ടാണെങ്കിൽ വലിയ വോട്ടിന് തിരിച്ചടി ഉണ്ടാവും. എന്തായാലും അൻവറിന്റെ കയ്യിൽ നിൽക്കുന്ന വോട്ട് UDF-ന് കിട്ടിയില്ലെങ്കിൽ അത് UDF-ന് ഒരു തിരിച്ചടിയായിരിക്കും. അല്ല, അദ്ദേഹം അത് കോൺഗ്രസിന് കൊടുക്കാൻ UDF-ന് കൊടുക്കാൻ തയ്യാറായാൽ അത് നമുക്കൊരു അസറ്റ് ആയിരിക്കും. അപ്പോൾ അൻവറിനൊപ്പം കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ നടന്ന പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ, അത് കുറച്ചും കൂടി മിതത്വം പാലിക്കണമെന്ന അഭിപ്രായം കേസിലുണ്ടോ? അൻവറിനോടുള്ള നിലപാട് കടുപ്പിച്ചതിലും പ്രതികരണങ്ങൾ ഉണ്ടായതിലും ഇപ്പം അൻവറിനെതിരെ അങ്ങനെ ആരാ കടുപ്പിച്ചത്? അൻവറിന്റെ അതേ ഭാഷയിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നത് ശരിയാണോ? ആരാ പ്രതികരിച്ചത് അങ്ങനെ? അതായത് അൻവറിനെ ഒട്ടും വേണ്ട, അൻവർ നിലപാട് വ്യക്തമാക്കട്ടെ. ആര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ? പ്രതിപക്ഷ നേതാവ് KPCC പ്രസിഡന്റ് പോലും പറഞ്ഞത് ആ രീതിയിലുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് അല്ല പ്രസിഡന്റിന്റെ അഭിപ്രായം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു. ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഒന്നും കൂടെ ഞാൻ വിളിച്ച് അദ്ദേഹത്തോട് സംസാരിക്കട്ടെ. അൻവറിനെ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ ആവശ്യം.
അൻവറിനെ മുന്നണിക്കകത്ത് UDF കൊണ്ടുവന്ന് കൂടെ നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വ്യക്തിപരമായ VD സതീശന് വ്യക്തിപരമായ ഒരു അകൽച്ച അൻവറുമായി അദ്ദേഹത്തിനെതിരായി അല്ല, വ്യക്തിപരമായ അകൽച്ചയൊന്നും ഒരു മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾ ആരും പരിഗണിക്കാൻ പോകുന്നില്ല. എന്തായാലും ഘടകകക്ഷിയാക്കണം. ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുമ്പ് അതെ, ഉറപ്പായിട്ടും. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ മുന്നണി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആവുന്നുണ്ടെങ്കിൽ ഇലക്ഷന് മുമ്പേ ഉണ്ടാവണം, എങ്കിലേ നമ്മളെ തീരുമാനത്തിന് വിലയും വിലയുള്ളൂ, ഗുണമുള്ളൂ. പ്രസിഡന്റ് എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം അൻവർ ഘടകകക്ഷിയായിട്ടുണ്ടാകുമായിരുന്നു. അല്ല, അത് സണ്ണി ജോസഫും അതിന് കഴിവുള്ളതും തന്നെയാണ്, ഒരു കുഴപ്പവും വേണ്ട. ലീഗിനപ്പുറത്തേക്ക് അത്തരം ഘടകകക്ഷിയെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ അൻവറിനെ കൂട്ടിവെച്ച് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടു. ലീഗ് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി, പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി നടത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അൻവർ പറയുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരം എന്തെങ്കിലും ചർച്ചകളോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിലുള്ള ഇടപെടൽ കാര്യമായി ഉണ്ടായില്ല എന്ന അൻവറിന്റെ വിമർശനമുണ്ട്. അപ്പം അതെങ്ങനെയാ കാണുന്നത്? എന്തായാലും 2-3 ഭാഗത്തു നിന്ന് അദ്ദേഹമായിട്ട് സംസാരം നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്, ഇനിയും നടക്കും. തെരഞ്ഞെടുപ്പ് ആവുമ്പോഴത്തേക്കും അൻവർ UDFന്റെ ഭാഗമാകും. ആക്കുക എന്നതാണ് വ്യക്തിപരമായി എന്റെ താല്പര്യവും കാഴ്ചപ്പാടും. കേസാ? ഞാൻ കണ്ട് സംസാരിക്കും. നിലമ്പൂരൊന്നും പോകില്ല. നിലമ്പൂരിൽ നിന്ന് അത് നമ്മളെ ഒരു പൊതുസ്ഥലത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കും. അൻവർ UDFിലേക്ക് വന്നാൽ തന്നെ ഭാവി UDFന് അൻവർ ഒരു ബാധ്യതയാകുമെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർക്കൊക്കെ ഈ പ്രതിപക്ഷ നേതാവിനൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബാധ്യതയായി മാറും എന്ന്? അതൊക്കെ പറയാൻ തുടങ്ങിയാൽ വല്ലാണ്ട് ആഴത്തിൽ പോകണം. എന്നെ നിങ്ങൾ കൊടുക്കാൻ നോക്കണ്ട. ആ കുടുക്കിൽ ഞാൻ പോകില്ല. ആ കുടുക്കിൽ ഞാൻ ഭരണത്തിനെതിരെയുള്ള ശക്തമായ പോരാളിയായിട്ടാണോ PV അൻവറിനെ കേസ് കാണുന്നത്? ഞാൻ അദ്ദേഹത്തിന് നേരത്തെ എനിക്കറിയാം, ചെറുപ്പത്തിലെ അദ്ദേഹത്തെ എനിക്കറിയാം. യൂത്ത് കോൺഗ്രസ് ആയിരിക്കുന്ന കാലം മുതൽ അൻവറുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ ബ്രദർ തന്നെ മലപ്പുറം ജില്ലയിലെ എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം നിന്നൊരാളാണ് അൻവർ. നല്ല ബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പ ഞാനുമായി നല്ല ബന്ധമുള്ള ആളാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ DCCയുടെ പ്രസിഡന്റായിരുന്നു. ഞങ്ങൾക്ക് എങ്ങനെ ഒരു വൈകാരിക ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ പുറത്തെനിക്ക് കുറച്ചും കൂടെ ശക്തമായി അദ്ദേഹത്തോട് പറയാനുള്ള കപ്പാസിറ്റിയും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ നിലയ്ക്ക് ഞാൻ ഒന്നും കൂടെ പ്രഷറൈസ് ചെയ്ത് അദ്ദേഹത്തെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഞാൻ നടത്തും. ഇന്നും അൻവർ പറഞ്ഞത് ഷൗക്കത്തിനെതിരായ തന്റെ അഭിപ്രായം മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായിക്കോട്ടെ, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇരുന്നോട്ടിരുന്ന കുഴപ്പം. അങ്ങനെയാകുമ്പോൾ ഈ മുന്നണി പ്രവേശനം എന്ന് പറയുന്നതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല. അദ്ദേഹം വോട്ട് ചെയ്താൽ മതി. അദ്ദേഹം ഷൗക്കത്തിനെ പ്രകീർത്തിക്കണ്ട, ഷൗക്കത്തിനെ തലയിൽ വെക്കണ്ട. ഷൗക്കത്ത് നമ്മുടെ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിക്ക് അദ്ദേഹം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കർമ്മം വോട്ടാണ്. ആ വോട്ട് ചെയ്യുക, അതാണ്. ഈ ജോയി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന അൻവറിന് ഒരു ഉറപ്പ് താങ്കൾ കൊടുത്തിരുന്നു? ഞാനെന്ത് കൊടുക്കാൻ? ഞാനാരും കൊടുക്കാൻ? നമ്മളെ തൊപ്പിയും പിന്നെ കിരീടവും പോയി നിൽക്കുമ്പോ ഞാനെന്ത് കൊടുക്കാനാ? ഓക്കെ. കെ സുധാകരന്റെ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, VD സതീശന്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളല്ല ഈ വിഷയത്തിൽ നടപ്പാക്കേണ്ടത്, കൂട്ടായ ചർച്ച വേണം. PV അൻവറിന്റെ ഒപ്പം ആളുകളുണ്ട്. ആ ആളുകൾ ഉറപ്പായും അതിനെ UDFന്റെ ഭാഗമാക്കണം. അൻവർ മാറി നിൽക്കുകയോ ഒറ്റയ്ക്ക് അവിടെ മത്സരിക്കാൻ തീരുമാനിക്കുകയോ ചെയ്താൽ അത് UDF സ്ഥാനാർത്ഥിയുടെ ജയസാധ്യതയെ ബാധിക്കും. അത്തരം ചില മുന്നറിയിപ്പുകൾ കൂടി നൽകുന്നുണ്ട്. വ്യക്തിപരമായി PV അൻവർ UDFന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സുധാകരൻ എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും ചർച്ചകൾ നടത്തും. അങ്ങനെ മുന്നണിയിൽ കൊണ്ടുവരണം. അൻവർ തിരുത്തേണ്ടത് അൻവർ തിരുത്തണം, മുന്നണി പരിശോധിക്കേണ്ടത് മുന്നണി പരിശോധിക്കണം. അങ്ങനെ ഈ വിഷയത്തിൽ PV അൻവറിനെ ഒപ്പം നിർത്തണം. അതിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുകയായിരുന്നു സുധാകരൻ. അദ്ദേഹം അക്കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായമുണ്ട്. നേരത്തെ തന്നെ പാർട്ടിയുടെ മുന്നണിയുടെ നിർദ്ദേശപ്രകാരം അനൗപചാരിക അല്ലെങ്കിൽ ഔപചാരിക ചർച്ചകൾ ഈ വിഷയത്തിൽ നടത്തിയ ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് കുറെ കൂടി ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾക്ക് പ്രാധാന്യവുമുണ്ട്. അത്തരം ചർച്ചകൾ തുടരും എന്നാണ് സുധാകരൻ വ്യക്തമാക്കുന്നത്. നിലമ്പൂരിൽ SDPI മത്സരരംഗത്തേക്ക് അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടിയാണ് സ്ഥാനാർത്ഥി. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അളക്കാനും ജനങ്ങളോട് പറയാനും കൂടിയാണ് മത്സരിക്കുന്നതെന്ന് നേതൃത്വം പ്രതികരിച്ചു.
പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങളെ ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നതിന് പ്രതിപക്ഷ കക്ഷികൾക്ക് സാധ്യമായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വിലയിരുത്താൻ കിട്ടുന്ന ഒരു നല്ല അവസരം എന്ന നിലക്ക് നിലമ്പൂരിലെ ജനങ്ങളോട് ശരിക്കും സംവദിക്കാൻ പറ്റുന്ന നല്ല ഒരു സാഹചര്യം എന്ന നിലക്ക് SDPI നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ ഗൗരവമായ ഒരു തെരഞ്ഞെടുപ്പ് ആണ് SDPI മുന്നിൽ കാണുന്നത്. നിലമ്പൂരിൽ മത്സരിച്ചാൽ BDJS ജയിക്കാൻ സാധ്യതയില്ലെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. മത്സരിക്കണോ എന്നതിൽ പാർട്ടിയിൽ 2 അഭിപ്രായം ഉയർന്നു. ഇക്കാര്യത്തിൽ 2 ദിവസത്തിനകം അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. 2 തരത്തിലുള്ള അഭിപ്രായമാണ് വന്നത്. ഒരു വിഭാഗം ആളുകൾ മത്സരിക്കണമെന്നും മറ്റൊരു വിഭാഗം മത്സരിക്കേണ്ട കാരണം ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനോട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇലക്ഷൻ വർക്കിനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും എല്ലാ സ്ഥലത്തും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് 1.5 മാസത്തെ കാലത്തോളം അതിൻ്റെ വർക്കിന് പോയാൽ സമയം പോകുന്നുള്ളതുകൊണ്ട് BDJS സീറ്റ് എടുക്കേണ്ട എന്നുള്ള അഭിപ്രായമാണ് BDJSൻ്റെ ഒരു വിഭാഗം ആൾ പറഞ്ഞത്. മറ്റൊരു വിഭാഗം ആൾ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ഒരു ഫൈനൽ തീരുമാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ NDA മീറ്റിംഗ് നടക്കണം. അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ NDA മീറ്റിംഗ് ഉണ്ടാവും. അതിന് ശേഷമാണ് ഒരു ധാരണ ഉണ്ടാകുക. അതിന് ശേഷം ആരായിരിക്കും സ്ഥാനാർത്ഥി, എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കും. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മുനമ്പം ഭൂമി തർക്കത്തിൽ സംസ്ഥാന സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. 70 പേജുകളുള്ള റിപ്പോർട്ടാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് ഈ റിപ്പോർട്ട്. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് ഇനി മന്ത്രിസഭ ചേർന്ന് ചർച്ച ചെയ്യും. തുടർന്ന് ഹൈക്കോടതി അനുമതിയോടെ മാത്രമേ സർക്കാരിന് തുടർ നടപടി സ്വീകരിക്കാനാവൂ. ഇനി റിപ്പോർട്ടിന്റെ കാര്യം ഗവൺമെന്റിന്റെ അടുത്താണ്. റിപ്പോർട്ടിന് മുമ്പ് നിങ്ങൾ ചോദിച്ചു, ടേംസ് ഓഫ് റെഫറൻസിനെ കുറിച്ച് പറഞ്ഞു, റിപ്പോർട്ട് പുറത്തായി എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ റിപ്പോർട്ടായത് ഇപ്പോഴാണ്. റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ റിപ്പോർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഗവൺമെന്റിന് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഗവൺമെന്റ് തീരുമാനിച്ചിട്ട് പറയും. വഖഫാണോ എന്ന തർക്കം നിലനിൽക്കുന്ന മുനമ്പത്തെ ഭൂമിയിൽ നിന്ന് താമസക്കാരെ കുടിയൊഴിപ്പിക്കുന്നത് പ്രായോഗികമല്ലെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. മുനമ്പം സ്വദേശികളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കണം. വഖഫ് ഭൂമിയാണെന്ന് ട്രൈബ്യൂണൽ വിധിച്ചാൽ പൊതുജന താൽപര്യാർത്ഥം ഭൂമി സർക്കാർ പിടിച്ചെടുക്കണം എന്നതടക്കമുള്ള ശുപാർശകളാണ് റിപ്പോർട്ടിലുള്ളത്. അതിനിടെ രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതിന് മുന്നേ ഉള്ളടക്കം വെളിപ്പെടുത്തിയത് വിവാദമായിരുന്നു. മുനമ്പത്തെ 404 ഏക്കർ ഭൂമി വഖഫ് ആണെന്ന് കാണിച്ച് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയതോടെയാണ് തർക്കം ഉടലെടുത്തത്. മുനമ്പത്തെ സമരസമിതി നടത്തുന്ന സമരവും തുടരുകയാണ്. 24 തിരുവനന്തപുരം. ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരും. ബാക്കി 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. 4 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. നാളെ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. 4 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട് നാളെ. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലേർട്ട്. ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അപ്പോൾ സംസ്ഥാനത്തുടനീളം ഇന്നും നാളെയും ശക്തമായ മഴ തുടരും എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന കാലാവസ്ഥാ റിപ്പോർട്ടും വ്യക്തമാക്കുന്നത്. എറണാകുളം ഇടപ്പള്ളിയിൽ നിന്ന് ഇന്നലെ കാണാതായ 13-കാരനെ ഇന്ന് രാവിലെ ഇടുക്കി തൊടുപുഴയിൽ നിന്ന് കണ്ടെത്തി. സിനിമാ ലൊക്കേഷൻ കാണാൻ തൊടുപുഴയിലെത്തിയ കുട്ടിയെ ശശികുമാർ എന്നയാൾ ഉപദ്രവിച്ചു എന്ന് പോലീസ് പറഞ്ഞു. ശശികുമാറിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ 13 വയസ്സുകാരൻ എത്തുന്നത്. ഈ സ്ഥലത്തുണ്ടായിരുന്ന കൈനോട്ടക്കാരനെന്ന് അവകാശപ്പെടുന്ന ശശികുമാർ കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് കുട്ടിയുടെ മൊഴി. മുഖത്ത് അടിയേറ്റ പാടുകളുണ്ട്. കുട്ടി ചോദ്യത്തിൽ പറഞ്ഞത് ഈ തൊടുപുഴയെ പറ്റി യൂട്യൂബിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു യൂട്യൂബർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാനാണ്. അപ്പോൾ തൊടുപുഴ അത് കണ്ട് ഇറങ്ങി പോരുന്നതാണെന്നാണ് പറയുന്നത്. മുമ്പെങ്ങോ പിതാവ് കൊടുത്ത പൈസ കൈവശം ഉണ്ടായിരുന്നു കുട്ടിയുടെ. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് തൊടുപുഴ വന്ന് ഇറങ്ങിയതാണ്. രാത്രി മുഴുവൻ ശശികുമാർ കുട്ടിയെ ഒപ്പം പാർപ്പിച്ചു. കുട്ടിയെ കാണാനില്ലെന്ന വാർത്ത കണ്ടതോടെ ഇയാൾ ബന്ധുക്കളെ വിളിച്ചു. തുടർന്ന് പോലീസ് എത്തി കുട്ടിയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ കുട്ടി കൈവശം വെച്ചിരുന്ന വേറൊരാളുണ്ട്. അയാൾ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു 6:30 മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി എൻ്റെ അടുത്തുണ്ട്, ഞാനൊരു ഇങ്ങനെ ഉള്ള ഒരാളാണ്, പിന്നെ അതുകൊണ്ടിട്ട് നിങ്ങളിവിടെ വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ എളമങ്ങര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. അവർ തൊടുപുഴ സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഇവിടുത്തെ സാറന്മാരും ഞങ്ങളും കൂടി പോയാണ് കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇയാളോടുകൂടി വാങ്ങിയത്. ശശികുമാർ ഉപദ്രവിച്ചെങ്കിലും പ്രതിരോധിച്ചെന്ന് കുട്ടി പോലീസിനോട് വെളിപ്പെടുത്തി. ശശികുമാറിനെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുക്കും. കുട്ടിയെ കാണാനില്ലെന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എളമക്കര സ്റ്റേഷനിലായിരിക്കും തുടർ നടപടികൾ. 24 ഇടുക്കി.
നടനും മക്കൾ നീതി മയ്യം അധ്യക്ഷനുമായ കമൽഹാസൻ രാജ്യസഭയിലേക്ക്. DMKയുമായുള്ള ധാരണ പ്രകാരമാണ് കമൽഹാസൻ രാജ്യസഭയിലേക്ക് എത്തുന്നത്. ജയിക്കാനാകുന്ന മറ്റു 3 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ DMK പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കമൽഹാസന് രാജ്യസഭയിൽ സീറ്റ് നൽകുമെന്ന് DMK അന്നേ ഉറപ്പു നൽകിയിരുന്നു. കഴിഞ്ഞ മാസം ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ചില മന്ത്രിമാരും കമലിനെ സന്ദർശിച്ചതോടെ നീക്കം വ്യക്തമായതാണ്. രാജ്യസഭയിൽ ഒഴിവുവരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള 6 സീറ്റുകളിലേക്ക് ജൂൺ 19 തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതിനു പിന്നാലെ ഇന്ന് MNM നേതൃയോഗം ചേർന്നു. കമൽഹാസനെ സ്ഥാനാർത്ഥിയാക്കിയുള്ള പ്രമേയം യോഗം അംഗീകരിച്ചു. ഇന്ത്യ സഖ്യത്തിന് ജയിക്കാനാകുന്ന മറ്റു 3 സീറ്റുകളിലേക്ക് കൂടി DMK സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അഡ്വക്കേറ്റ് P. വിൽസൺ വീണ്ടും രാജ്യസഭയിലേക്ക് മത്സരിക്കും. SR ശിവലിംഗം, എഴുത്തുകാരി സൽമ എന്നിവരും DMK സ്ഥാനാർത്ഥികളാകും. നിലവിൽ രാജ്യസഭാ അംഗമായ വൈക്കോയ്ക്ക് സീറ്റ് നിഷേധിച്ചിട്ടുണ്ട്. ജയിക്കാവുന്ന 2 സീറ്റുകളിൽ ആരെ നിർത്തുമെന്ന ചർച്ചയിലാണ് AIADMK. 24 ചെന്നൈ. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ്. രാഷ്ട്രപതി ഭരണം തുടരുന്ന മണിപ്പൂരിൽ സർക്കാർ രൂപീകരിക്കാൻ നീക്കവുമായി BJP. സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച BJP MLA-മാർ ഗവർണറെ കണ്ടു. 22 MLA-മാർ ഒപ്പുവെച്ച കത്ത് ഗവർണർക്ക് കൈമാറി. വിനീത VG വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, ഇത് BJP MLA-മാരുടെ നീക്കമാണോ അതോ വ്യത്യസ്ത പാർട്ടികൾ, ഇപ്പോൾ സ്വതന്ത്രന്മാരൊക്കെയായി നിൽക്കുന്ന MLA-മാർ ഒരു ജനകീയ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കമാണോ നടക്കുന്നത്? എന്താണ് മണിപ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം? വിജയകുമാർ, ഇന്ന് രാവിലെയാണ് 10 MLA-മാർ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചത്. ഇതിൽ BJP MLA-മാരുമുണ്ട്. 8 BJP MLA-മാരാണ് ഈ സംഘത്തിലുള്ളത്. ഇത് കൂടാതെ തന്നെ NPP-യെ പ്രതിനിധീകരിച്ചുള്ള ഒരു MLA-യും ഒപ്പം തന്നെ ഒരു സ്വതന്ത്ര MLA-യും ഉൾപ്പെടുന്ന 10 MLA-മാരുടെ സംഘമാണ് ഇന്ന് ഗവർണർ അജയ് കുമാർ ഭല്ലയുമായി കൂടിക്കാഴ്ച നടത്തുകയും സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഒരു കത്ത് കൂടി 22 MLA-മാർ ഒപ്പുവെച്ച കത്ത് കൂടി ഗവർണർക്ക് നൽകിയിട്ടുണ്ട്. എത്രയും വേഗം ജനങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സ്വതന്ത്ര MLA ആയ സഭം നിഷികാന്ത് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ 10 MLA-മാരാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. നിലവിൽ 60 അംഗ മണിപ്പൂർ നിയമസഭയിൽ 60 അംഗ MLA-മാരിൽ 37 പേർ BJP MLA-മാരാണുള്ളത്. അതുകൊണ്ട് തന്നെ BJP MLA-മാർ അവരുടെ ഒരു നീക്കമെന്ന് തന്നെയാണ് നമുക്കിതിനെ ഈ ഘട്ടത്തിൽ രാഷ്ട്രീയമായി വിലയിരുത്താൻ കഴിയുന്നത്. ഒപ്പം NPP-യുടെയും ഒപ്പം തന്നെ നാഗാ ഫ്രണ്ടിന്റെയും ഒക്കെ ഒരു പിന്തുണ കൂടി BJP-ക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. 5 MLA-മാരുള്ള നാഗാ പീപ്പിൾ ഫ്രണ്ടിന്റെയും ഒപ്പം തന്നെ നാഷണൽ പീപ്പിൾസ് പാർട്ടി അവർക്ക് 6 MLA-മാരാണുള്ളത്. ഇവരുടെയൊക്കെ ഒരു പിന്തുണ നേരത്തെ തന്നെ BJP-ക്ക് ഉണ്ടായിരുന്നു. ഈ MLA-മാരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഇന്ന് 8 BJP MLA-മാർ ഈ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 3 മാസക്കാലമായി ഈ കുക്കി മെയ്തേയ് സംഘർഷത്തെ തുടർന്ന് പിന്നീട് ബിരൺ സിംഗ് രാജിവെക്കുകയും പിന്നാലെ 3 മാസക്കാലമായി ഇപ്പോൾ ഈ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം തുടരുകയാണ്. ഈ ഘട്ടത്തിലാണ് രാഷ്ട്രപതി ഭരണം അവസാനിപ്പിച്ച് ഒരു സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം MLA-മാർ ഉന്നയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലൊക്കെയായി നടന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ആ ചർച്ചകളൊക്കെ തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിവിധ കക്ഷികളുമായുള്ള ചർച്ചകൾ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് BJP-യുടെ 8 MLA-മാർ ഉൾപ്പെടുന്ന സംഘം ഇന്ന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. അവർ കത്ത് നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കണമെന്ന അവകാശവാദവും അവർ ഉന്നയിച്ചിരിക്കുകയാണ്. വിജയകുമാർ. ശരി വിനീത, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. വിനീത സൂചിപ്പിച്ചതുപോലെ അതൊരു BJP-യുടെ രാഷ്ട്രീയ നീക്കം തന്നെയാണ്. ഗവർണർ അജയ് കുമാർ ഭല്ല അതിലുടൻ ഒരു തീരുമാനമെടുക്കാൻ പോവുകയാണ്. 22 MLA-മാർ ഇതിനോടകം പിന്തുണ അറിയിച്ചിട്ടുണ്ട് ആ നീക്കത്തിന്. 30 MLA-മാരുടെ പിന്തുണയുണ്ടെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ കഴിയും. അപ്പോഴത് BJP-യുടെ രാഷ്ട്രീയ നീക്കം തന്നെയാണ് എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നേതാക്കളെ പ്രതി ചേർത്ത ED നടപടിക്കെതിരെ ജനകീയ പ്രതിഷേധവുമായി CPIM തൃശൂർ കോർപ്പറേഷനിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് PB അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. അതേസമയം തൃശൂരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കാനാണ് BJP-യുടെ തീരുമാനം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നേതാക്കളെ ഒന്നടങ്കം പ്രതി ചേർത്തത് ഗൗരവത്തോടെയാണ് CPIM കാണുന്നത്. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ലോക്കൽ തലങ്ങളിൽ നിന്ന് തുടങ്ങി സംസ്ഥാന തലം വരെ വിശദീകരണ യോഗങ്ങളും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും. CMS സ്കൂൾ പരിസരത്തു നിന്ന് കോർപ്പറേഷന് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു.
യഥാർത്ഥ കുറ്റവാളിയെ പിടിക്കുന്ന നടപടിയല്ല ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പണം കൊണ്ടുപോയവനെ മാപ്പ് സാക്ഷിയാക്കുന്ന നടപടിയാണ് ഇഡി സ്വീകരിച്ചതെന്നും എ വിജയരാഘവൻ. ഈ വിളിച്ചു വരുത്തല് വിളിക്കുക, ഇരിക്കുക, കേസിലേക്ക് ചേർക്കുക, അതിനുവേണ്ടി അവസാനത്തെ വിളിക്കുക, എല്ലാവരും വിളിച്ചു തീർന്നു. അത് തിരക്കഥയാണ്. ഇത് യഥാർത്ഥത്തിൽ കുറ്റപത്രമല്ല, ഇത് ഇഡി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ്. ഇഡിയുടെ രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയാണ് ഈ രൂപത്തിൽ ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. BJP ഇന്ന് വൈകിട്ട് സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 24 തൃശൂർ. നമ്മുടെ വൈദ്യുത ചാർജിൽ നേരിയ ഒരു ആശ്വാസമുണ്ട് എന്നൊരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ഇന്ധന സർചാർജ് കുറച്ചിരിക്കുകയാണ്. പ്രതിമാസ ബില്ല് ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് 3 പൈസയുടെ കുറവ് ഉണ്ടാകും. ദ്വൈമാസ ബില്ലാണ് ലഭിക്കുന്നതെങ്കിൽ അവർക്കും യൂണിറ്റിന് 3 പൈസയുടെ കുറവുണ്ടാകും. യൂണിറ്റിന് 8 പൈസയായിരുന്നു നിലവിലെ നിരക്ക്. അപ്പോൾ ഇന്ധന സർചാർജ് കുറച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ സർവേയിൽ നിന്ന് അർഹരായവരെ ഒഴിവാക്കുന്നതിൽ ഇടപെട്ട തിരുവനന്തപുരം ജില്ലാ ഓംബുഡ്സ്മാൻ. ജില്ലയിലെ ഭവനരഹിതരിൽ അർഹരായ മുഴുവൻ പേരെയും സർവേയിൽ ഉൾപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. അതിനായി പ്രൊജക്ട് ഡയറക്ടറെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 24 വാർത്ത പരാമർശിച്ചാണ് ഓംബുഡ്സ്മാന്റെ ഈ ഉത്തരവ്. PMAY സർവേയിൽ നിന്ന് അർഹതയുള്ള ഗുണഭോക്താക്കളെ ഒഴിവാക്കരുതെന്നാണ് ജില്ലാ ഓംബുഡ്സ്മാന്റെ കർശന നിർദ്ദേശം. കേന്ദ്ര ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ട്. ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല എന്ന കാരണത്താലാണ് അർഹതയുണ്ടായിട്ടും ഭവനരഹിതരെ സർവേയിൽ നിന്ന് ഒഴിവാക്കുന്നത്. ഇത് സംബന്ധിച്ച 24 വാർത്ത പരാമർശിച്ചാണ് ജില്ലാ ഓംബുഡ്സ്മാൻ എൽസാം ഫ്രാങ്ക്ലിംഗ് സ്വമേധയാ വിഷയത്തിൽ ഇടപെട്ടത്. ജില്ലയിലെ അർഹതയുള്ള മുഴുവൻ ഭവനരഹിതരെയും സർവേയിൽ ഉൾപ്പെടുത്തുകയും അർഹതയുള്ള ആരും ഒഴിവാക്കപ്പെട്ടില്ലെന്ന് സർവേ നടത്തുന്ന VOമാർ മേലുദ്യോഗസ്ഥന് സത്യവാങ്മൂലവും നൽകണം. ബന്ധപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർ ഇക്കാര്യം ഉറപ്പുവരുത്തണം. അർഹതപ്പെട്ട ആരെങ്കിലും സർവേയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ അത് ഉദ്യോഗസ്ഥ വീഴ്ചയായി കണക്കാക്കുമെന്നുമാണ് ഉത്തരവ്. കേന്ദ്ര സർക്കാരിന്റെ PMAY പദ്ധതി സംസ്ഥാന സർക്കാർ ഹൈജാക്ക് ചെയ്യുന്നുവെന്നാണ് BJP ആക്ഷേപം. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റങ്ങളുണ്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. 8 ജില്ലകളിൽ ഓറഞ്ചും മുന്നറിയിപ്പുണ്ട്. 4 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നതാണ് പുതിയ വിവരം. മേഘന മുരളി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, ഇപ്പോൾ എറണാകുളത്തൊക്കെ എനിക്ക് തോന്നുന്നു റെഡ് അലർട്ടിന് സമാനമായ മഴയാണ് കഴിഞ്ഞ 1 മണിക്കൂറായി പെയ്യുന്നത്. എന്താണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്? വിജയകുമാർ, സംസ്ഥാനത്തുടനീളം ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായും പുതുക്കിയ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം 2 ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് തുടരുന്നത്. വയനാട്, കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് തുടരുന്നത്. അതുപോലെ തന്നെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. അതായത് കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ് ഇന്ന് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അതിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പുതുക്കിയ മുന്നറിയിപ്പ് അനുസരിച്ച് പ്രധാനമായും ഈ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം, അത് തീവ്ര ന്യൂനമർദ്ദമായി നാളത്തോടുകൂടി മാറുമെന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഇപ്പോൾ ഒഡീഷ തീരത്തോട് ചേർന്നാണ് ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. അത് ബംഗാൾ ഉൾക്കടലിൽ നാളത്തോടുകൂടി ന്യൂനമർദ്ദം രൂക്ഷമാകും. അതുകൊണ്ട് തന്നെ നാളെ മുതൽ മഴ ശക്തമാകും. അതായത് ഇതിനേക്കാളും ശക്തിയേറിയ മഴ നാളെ മുതൽ പെയ്യുമെന്നുള്ളതാണ്. അതിൽ നാളത്തെ മഴ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് 4 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ ബാക്കി എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് നാളെയോടുകൂടി ഒരു തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടും. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തുടനീളം നാളെ ഇതിനേക്കാളും ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ തലസ്ഥാനത്തടക്കം ഒന്ന് മഴ വിട്ടു നിൽക്കുകയാണ്. പക്ഷേ വൈകുന്നേരത്തോടുകൂടി ശക്തമായ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. നാളെയോടെ ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കുറെ കൂടി തീവ്രമാകും. മഴ ശക്തമാകും. നാളെ 4 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. മറ്റ് മുഴുവൻ ജില്ലകളിലും ഓറഞ്ച് മുന്നറിയിപ്പുമുണ്ട്. റെഡ് അലേർട്ട് നിലനിൽക്കുന്ന വയനാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴ കുറഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിയുന്നുണ്ട്. 18 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 700ഓളം പേരാണ് അവിടെ കഴിയുന്നത്. ഇന്നലെ വരെ കനത്തു പെയ്തിരുന്ന മഴയ്ക്ക് അല്പം ശമനമുണ്ട്. പലയിടത്തും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. വലിയ വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളിൽ ഇപ്പോൾ സ്വാഭാവികമായ തരത്തിലേക്ക് മാറുന്നുണ്ട്. വൻ കൃഷിനാശമാണ് വയനാട്ടിലുണ്ടായത്. 242 ഹെക്ടർ കൃഷി നശിച്ചു എന്നാണ് സർക്കാർ കണക്ക്. ഇതിലേറെയും നഷ്ടം വാഴ കർഷകർക്കാണ്. വയനാട് വെണ്ണിയോട് റോഡ് തകർന്നതുമൂലം 19 കുടുംബങ്ങളുള്ള കൊളക്കിമൊട്ടൻകുന്ന് ഉന്നതി ഒറ്റപ്പെട്ടു.
ഇതിലെ നടന്നു പോകുന്ന സമയത്താണ് ഈ പുഴ ഇങ്ങനെ ഗതിമാറി ഒഴുകിയത്. ഇത് ഭയങ്കര ഗർത്താണ്. വലതുഭാഗത്ത് പുഴയും ഇടതുഭാഗത്ത് ഇഷ്ടിക നിർമ്മിച്ചിട്ടുണ്ടായ വലിയ ഗർത്താണ്. ഏകദേശം പുഴയോട് സമമായിട്ടുള്ളത്. തൊട്ടപ്പുറം 1 കിലോമീറ്റർ ആയാൽ വലിയ പുഴയാണ്. ഈ പ്രദേശമാകെ ഒറ്റപ്പെടുകയാണ്. ഈ കോളനി എന്ന് പറയുന്നത് ഒരു തുരുത്തിലാണ്. വെണ്ണിയോട് നിന്നുള്ള പ്രധാനപ്പെട്ട റോഡടക്കം തകർച്ചാ ഭീഷണി നേരിടുന്നുണ്ട്. ഇവിടെയുള്ള ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ആളുകൾക്ക് വെണ്ണിയോടേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏക മാർഗ്ഗമാണിത്. ഇത് മഴക്കാലത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തൊലിച്ച് വരുമ്പോൾ ഇത് പൊട്ടിയൊലിച്ചു പോകുമെന്നുള്ളൊരു ആശങ്കയിലാണ് ജനങ്ങൾ മൊത്തം ഉള്ളത്. ചൂരൽമല പുന്നപ്പുഴയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. 24 വയനാട്. അറബിക്കടലിൽ കപ്പൽ മുങ്ങിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം. കപ്പൽ അപകടം ഒറ്റപ്പെട്ട സംഭവമാണ്. സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്നും ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം കപ്പൽ കമ്പനിക്കെതിരെ നടപടിയെടുക്കുന്നത് സർക്കാർ ആലോചിച്ചു വരികയാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് സംസ്ഥാന സർക്കാർ വിശദമായ കുറിപ്പ് നൽകുമെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. ഇന്നത്തെ ചർച്ചയിൽ അത്തരം പല പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ കമ്പനിയെ പറ്റി അന്വേഷിക്കണമെന്നും കമ്പനിയെ നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നും അതിൻ്റെ മറ്റു കാര്യങ്ങൾ ആലോചിക്കണം പറഞ്ഞിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് അത് ചെയ്യേണ്ടത്. അത് മുഖ്യമന്ത്രിയുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അത്തരം കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കും. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് വിശദമായ ഒരു കുറിപ്പ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ കേന്ദ്രമന്ത്രിയുമായി ഞാൻ സംസാരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയുമായിട്ട് സംസാരിച്ചു. ഞാൻ സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു കുറിപ്പ് ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൻ്റെ കൂടി തീരുമാനം വെച്ച് ഫിഷറീസ് വകുപ്പ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് പങ്കെടുക്കുന്ന ഒരു വാർത്താ സമ്മേളനം 1 മണിക്കുണ്ടായിരുന്നല്ലോ. എന്തൊക്കെയാണ് അതിലെ തീരുമാനങ്ങൾ? എന്താണ് ഔദ്യോഗിക വിശദീകരണം? ഇപ്പോൾ നിലവിൽ ആശങ്കാജനകമായ സാഹചര്യമില്ല, കണ്ടെയ്നറുകൾ തീരത്തടിയുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു തരത്തിൽ അപകടമില്ല എന്ന വിവരമുണ്ട്. എന്തൊക്കെയാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം? വിജയകുമാർ, ഈ കപ്പൽ മുങ്ങിയ സമയം മുതൽ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികളും ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികളുമാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം വിശദീകരിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ചില വാർത്തകളൊക്കെ അങ്ങ് അന്തരീക്ഷത്തിൽ പറഞ്ഞിരുന്നു. അതായത് ഇത് ഏതെങ്കിലും തരത്തിൽ കരുതിക്കൂട്ടി സംഭവിച്ചൊരു അപകടമാണോ എന്ന്. എന്നാൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അതിനൊരു പ്രസക്തിയും നൽകുന്നില്ല. അത്തരത്തിലൊരു ദുരൂഹതയും ഈ അപകടവുമായി ബന്ധപ്പെട്ടവർ പ്രാഥമികമായ പരിശോധനയിൽ കണ്ടെത്താനായിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഈ കപ്പലിന്റെ ബലാസ്റ്റിൽ ഉണ്ടായിരുന്ന തകരാറ് മൂലം സംഭവിച്ച ഒരു അപകടം എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് ഈ കപ്പലിൽ നിന്നുള്ള ഓയില് പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ നാളത്തോടുകൂടി ആരംഭിക്കും. ജൂലൈ 3-ാം തീയതിയോടുകൂടി ഈ കപ്പലിൽ നിന്നുള്ള എണ്ണ അല്ലെങ്കിൽ ആ ഇന്ധനം പൂർണ്ണമായും നീക്കം ചെയ്യാനാകുമെന്നാണ് ഈ ഷിപ്പിംഗ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. കപ്പൽ പൂർണ്ണമായി ഉയർത്താനുള്ള ശ്രമവും നടത്തും. ഏതെങ്കിലും തരത്തിൽ അതിന് സാധിച്ചില്ല എങ്കിൽ ഇപ്പോൾ കപ്പലുള്ള സ്ഥലത്ത് തന്നെ അവിടെ തന്നെ ഉപേക്ഷിക്കാൻ, പരിസ്ഥിതിക്ക് കോട്ടം വരാത്ത രീതിയിൽ ഉപേക്ഷിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലവിലില്ല. ഈ 12 കാൽസ്യം കാർബൈഡ് കണ്ടെയ്നറുകളാണ് ആശങ്ക പരത്തിയിരുന്നത്. അതിൽ 5 എണ്ണം മാത്രമാണ് ഓൺ ഡെക്കിൽ ഉണ്ടായിരുന്നത്. ബാക്കി 8 എണ്ണം അത് ഷിപ്പിനകത്താണുള്ളത്. അതുകൊണ്ട് ഈ 5 എണ്ണവും അവിടെ തന്നെ സിങ്കായി കിടക്കുകയും ബാക്കി 8 എണ്ണം ഈ കപ്പലിനകത്തുമാണുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആശങ്കകളും നിലവിൽ വേണ്ട എന്നാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പരമാവധി ശരി വിഷ്ണു, എന്തായാലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. തുടർ നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. അത് സമുദ്ര സമ്പത്തിനെയും ഒക്കെ കണക്കിലെടുത്ത്, തീരദേശവാസികളെ ഒക്കെ കണക്കിലെടുത്തായിരിക്കും അത്തരം നടപടികൾ. എന്തായാലും തീരം സുരക്ഷിതമാണ് എന്ന് ഷിപ്പിംഗ് മന്ത്രാലയം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നത്. ധനകാര്യ സേവന രംഗത്ത് 1/4 നൂറ്റാണ്ട് പൂർത്തിയാക്കി രജത ജൂബിലി ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ് KLM ആക്സിവ ഫിൻവെസ്റ്റ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് നാളെ പത്മശ്രീ ഹേമമാലിനി MP കൊച്ചിയിൽ തുടക്കം കുറിക്കും. സാമ്പത്തിക സേവനങ്ങൾക്കൊപ്പം സാമൂഹ്യ വികസനം കൂടി ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് സിൽവർ ജൂബിലി വർഷത്തിൽ കമ്പനി വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായ ഇന്ത്യയിൽ സാമ്പത്തിക സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് KLM ആക്സിവ ഫിൻവെസ്റ്റ് എന്ന ബാങ്കിതര ധനകാര്യ സ്ഥാപനത്തിന്റെ തുടക്കം. ജനങ്ങളുടെ വിശ്വാസം നേടി 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ കമ്പനി ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് ക്രിയാത്മകമായ നിരവധി പദ്ധതികളാണ്. ഫോർച്യൂണ 2025 എന്ന എംപ്ലോയി സമ്മിറ്റിലൂടെ രജത ജൂബിലിയിലേക്ക് ചുവടുവെച്ചു.
കേരളത്തിൽ സാമ്പത്തിക അവബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ ഫൈനാൻഷ്യൽ കോൺക്ലേവ്, ഫൈനാൻഷ്യൽ ഫ്രീഡം ഡ്രൈവ്, റോഡ് ഷോ തുടങ്ങി സംസ്ഥാനത്ത് വിജയകരമായി പൂർത്തിയാക്കിയ പരിപാടികൾ ദേശീയ തലത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കും. രജത ജൂബിലി വർഷത്തിൽ പ്രഖ്യാപിച്ച 25 സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2030 മാർഗരേഖ ഫിൻസൈറ്റ് 2030 നാളെ കൊച്ചിയിൽ അവതരിപ്പിക്കും. ബ്രാഞ്ചുകളുടെ വിപുലീകരണം, പുതിയ ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യയിലൂന്നിയ നവീകരണം, വിദേശ വിപണികളിലേക്കുള്ള വ്യാപനം എന്നിവയാണ് ഫിൻസൈറ്റിന്റെ ഭാഗമായി നടപ്പാക്കുന്നത്. ഇന്ത്യക്കാർ കൂടുതലുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കമ്പനി. സമഗ്രമായ ഒരു സാമ്പത്തിക സാക്ഷരതാ മിഷനും ഇക്കൊല്ലം കമ്പനി ആരംഭിക്കുന്നു. ധനകാര്യ സേവന രംഗത്തെ കമ്പനികൾ കേവലം ഗോൾഡ് ലോൺ സ്ഥാപനങ്ങളായി ചുരുങ്ങരുതെന്ന കാഴ്ചപ്പാടുമായി സമൂഹ നന്മയ്ക്കുതകുന്ന വിപുലമായ ഭാവി പരിപാടികളിലേക്ക് കടക്കുകയാണ് KLM ആക്സിവ ഫിൻവെസ്റ്റ്. ബിസിനസ് ഡെസ്ക് 24. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.